ഇന്നത്തെ സമകാലികം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ സാറാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ വീട്ടിൽ നിന്ന് നേരിട്ട് വരികയാണ്. ഞാൻ മോനെ ഡ്രോപ്പ് ചെയ്യാണ്ടായിരുന്നു. ദാറുൽ പഠിക്കുന്നുണ്ട്. ഡ്രോപ്പ് ചെയ്തിട്ട് അതെ അതെ അതെ. ഹെഡ്സെറ്റ് ഉപയോഗിച്ചോളി. ഈ ഇവിടെ നമ്മളെ സമകാലികത്തിൻ്റെ സെഷൻ്റെ ഒരു പ്രത്യേകത, പൊതുവെ എല്ലാ ഫോർമാലിറ്റികളും നമ്മൾ ഒഴിച്ചു വെക്കുന്ന സ്ഥലമാണ്. അതെ അതെ. അപ്പം ശരിക്കും ഇക്ബാൽക്കാർക്ക് ഒരുപാട് ഡെസിഗ്നേഷനുകളുണ്ട്. അരവിന്ദ് കണ്ണാശുപത്രിയിലെ പഴയ സീനിയർ കൺസൾട്ടൻറ്റ് ഒരു നല്ല ഡെസിഗ്നേഷനാണ്, സമൂഹത്തിൽ ആളുകളുടെ ഹൃദയത്തിലുള്ളൊരു ഡെസിഗ്നേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ പുതിയതായി ആരംഭിച്ച ഹോസ്പിറ്റലിൻ്റെ പേര് ലെസ്റ്റർ കണ്ണാശുപത്രിയുടെ ചെയർമാനാണ് അദ്ദേഹം. അവിടുത്തെ സീനിയർ സർജനാണ് അദ്ദേഹം. അതിലേറെയൊക്കെ രസമുള്ള എനിക്ക് ഹൃദ്യമായ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ ആഴത്തിൽ സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന വളരെ അടുത്തൊരു സുഹൃത്ത് എന്ന ഡെസിഗ്നേഷനാണ്. അതായിരിക്കും കൂടുതൽ ഹൃദ്യം തോന്നുന്നത്. അതെ അതെ അതെ. ഞാൻ എപ്പോഴും ആ ഒരു ബന്ധത്തിനാണ് കൂടുതൽ ഫസ്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം അതായിരുന്നു ശരിക്കും. ഏതായാലും ഡോക്ടറോടുണ്ട് നമുക്ക് ഉള്ള സംശയങ്ങൾ ഇന്ന് സാധാരണ നിന്ന് വ്യത്യസ്തമായി ശ്രോതാക്കൾക്കൊരു ഇടം നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ണുമായി ബന്ധപ്പെട്ട എന്ത് ചോദ്യവും, കണ്ണുമായി ബന്ധപ്പെട്ട ഏത് മസാല ഫീഡ്ബാക്കിൽ ചോദിക്കാൻ പറ്റിയ നേരിട്ട് കിട്ടണമെങ്കിൽ 3-4 മാസം അപ്പുറം ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് നമ്മളിവിടെ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ട്. കമൻസ് ഉണ്ടെങ്കിൽ വരാവുന്നതാണ്. നമ്മൾ ഏറ്റവും പുതിയൊരു കാര്യത്തിലൂടെ തുടങ്ങാം. കഴിഞ്ഞ ഞായർ വയനാടായിരുന്നല്ലോ. വയനാട് ശ്രോതാക്കൾക്ക് വേണ്ടി പറയാണ്, നമ്മൾ ഒരു 6ാം ഘട്ട വിസിറ്റായിരുന്നു നമ്മളെ. ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ സംഭവം ഉണ്ടായ മണിക്കൂറുകളിൽ തന്നെ നമ്മളുടെ ഒരു ടീം എത്തി. അവിടെ ഒരു കൗണ്ടർ തുറന്നു. പിന്നീട് അവിടുത്തെ അതോറിറ്റിയുമായുള്ള ഡിസ്കഷനുകൾക്ക് പോയി. അതിൻ്റെ ശേഷം ഒരു 100-ലധികം ആളുകൾ ഒന്നിച്ച് വീടുകൾ തേടിപ്പോയി. ആ 100-ൽ നിന്ന് തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വളരെ സീരിയസ് ആയ കേസസ് നമുക്ക് അത്ര തന്നെ ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നിയത് കൈകാര്യം ചെയ്യാൻ നമ്മുടെ ലേഡീസ് പോയി. അതിൽ തന്നെ കുറച്ച് മെഡിക്കൽ കേസുകൾ നമ്മൾ നേരിട്ടൊന്ന് അറ്റൻഡ് ചെയ്യണം തോന്നിയ മെഡിക്കൽ കേസുകൾക്ക് വേണ്ടിയാണ് ഇന്നലെ ഇക്ബാൽ സാർ അടക്കമുള്ള ആളുകൾ പോയത്. അതിൻ്റെ ഒരു ചെറിയ വിശദാംശം എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ രാവിലെ നേരത്തെ ഇവിടുന്ന് പുറപ്പെട്ട് ഏകദേശം 8 മണിക്ക് അവിടെ എത്തി. അവിടെ ചെറിയൊരു ബ്രീഫ്. ഇവിടുന്ന് 4 മണിക്ക് പുറപ്പെട്ടുണ്ടാവും. അതെ അതെ. പെരിന്തൽമണ്ണ 4 മണിക്ക് പുറപ്പെട്ടു. പിന്നെ അരീക്കോട് വഴി അങ്ങനെ റൂട്ടൊക്കെ ഞങ്ങൾ കുറച്ചൊരു ഈസിയറായിട്ടുള്ള റൂട്ട് കണ്ടുപിടിച്ച് അങ്ങനെ അവിടെ എത്തി. അൽഹംദുലില്ലാ. പിന്നെ 8 മണിക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീടുകളിലേക്ക് എത്തി. അപ്പോൾ വീടുകളിലെത്തിയപ്പം പിന്നെ എല്ലാവരെയും ഇപ്പോൾ ആ സംഭവം നടന്ന സ്ഥലത്തല്ലല്ലോ ആളുകളുള്ളത്, വേറെ സ്ഥലത്താണ് ഇപ്പോൾ ആളുകളൊക്കെ പുനരധിവസിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ കുടുംബങ്ങളിൽ നമ്മൾ മാക്സിമം എന്താ പറയുക പിന്നെ എത്താൻ വേണ്ടിയിട്ട് ഓരോ ടീമായിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അതിലുള്ള മൊത്തത്തിലുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പൊതുവെ നമുക്ക് കാണുമ്പോഴുള്ള ഒരു സംഗതി, അവരൊന്നും ആ ഷോക്കിൽ നിന്നും ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ല. അതാണ് മെയിനായിട്ടുള്ള. അപ്പോൾ പുനരധിവാസമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ ചെന്നപ്പോൾ ഒരു മൂത്ത മോള് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ പുതിയൊരു ജോലി തേടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, പിന്നെ വീട്ടിലേക്ക് വന്നു. ഉള്ള ജോലി ഒഴിവാക്കിയിട്ട് വീട്ടിലേക്ക് വന്ന് അടുത്ത ജോലിയിലേക്കുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ ഇത് സംഭവിച്ചു. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ ഇവരെ ബെഡിൽ ഈ കുട്ടിയുടെ ഫോട്ടോ ഉണ്ട്. ഇത് ഫോട്ടോ ഫ്രെയിമാക്കി നല്ല ഉഷാറാക്കി അവിടെ വെച്ചിരിക്കുക. അപ്പോൾ എനിക്കപ്പം തന്നെ ഇത് സ്മെല്ല് ചെയ്തു, ഇതാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർക്ക് ഉണ്ടാക്കിയൊരു മാനസിക ആഘാതം എന്ന് പറയുന്നത് നമുക്കൊന്നും ഊഹിക്കാൻ കഴിയില്ല. നമ്മൾക്ക് ഒരു ചെറിയ അസുഖം വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷമമുണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ ഒരു പാർട്ട്ണറോടോ അല്ലെങ്കിൽ സുഹൃത്തിനോടോ അല്ലെങ്കിൽ ആരോടോ പറഞ്ഞാലും നമുക്ക് അതിൻ്റെ ഒരു ഫുള്ളായിട്ട് പറഞ്ഞ് നമുക്ക് അറിയിക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ ഇവർക്ക് ഇവരുടെ മനസ്സിൽ ഉള്ളൊരു പ്രയാസങ്ങളുണ്ടല്ലോ, അത് വളരെ ഒരു എന്താ പറയുക, നമ്മൾ മനസ്സിലാക്കിയതിൽ അപ്പുറത്തെ ഒരു വിദൂരത്തായിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ അവരെ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ അവരുടെ അടുത്തൊന്ന് പോയി ഇരുന്ന് അവരുടെതെല്ലാം കേട്ട് അവരുടെ പ്രയാസങ്ങൾക്കൊരു സജഷൻ കൊടുത്ത് ഓരോ കേസും ഒരു കേസ് ഫയലായിട്ട് എടുത്ത് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുള്ളത്. ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ രാത്രി ഒരു 10 മണി വരെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുക. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഓർമ്മകൾ വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെന്ന് ഈ ഫോട്ടോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ബെഡിൽ വെക്കുന്നത്, അത് ഉള്ളിൽ വെച്ചൂടെ, മറ്റേതിപ്പോൾ നമ്മൾ എല്ലാ സമയത്തും ഇത് കാണുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അവരിപ്പോൾ ജോലിക്ക് പോകാൻ ചില പ്രയാസങ്ങളുണ്ട്. ഒരു കയ്യിലൊരു മുറിവുണ്ടായിരുന്നു.
അപ്പോൾ അത് ഉണങ്ങി വരുന്നേ ഉള്ളൂ. കൈപ്പിഴ വൈഫ് ടൈലറാണ്, ഹസ്ബൻഡും ടൈലറാണ്, മെയിനായിട്ട് പിന്നെ ലേഡീസ് ടൈലറിങ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവരെ ഇപ്പോൾ ജോലിയിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമുണ്ട്, പക്ഷെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, ഒരു ഇനർഷ്യ. അത് നമ്മളൊന്ന് താങ്ങിക്കൊടുത്താൽ അവർ ജോലിയിലേക്ക് പോകും. ഇപ്പോൾ ഇത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അവരെ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് അവർക്കൊരു ഫിനാൻഷ്യൽ ഒരു ചെറിയ സപ്പോർട്ട് അവർക്ക് കിട്ടുന്ന വിധത്തിൽ ചെയ്യുക. പിന്നെ എന്താ പറയുക, ഈ നിയമപരമായിട്ടുള്ള ചില കുരുക്കുകൾ പല ആളുകളുടെ സംഭവിച്ചപ്പോൾ നമുക്ക് തോന്നി. ഇപ്പോൾ ഒരു ഫാമിലിയിൽ കുറേ ആൾക്കാരുണ്ട്, ഹസ്ബൻഡ് വൈഫുണ്ട്, പാരൻസ് ഉണ്ട്, അപ്പോൾ ഒരു റേഷൻ കാർഡാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് സഹായം ഒന്നല്ലേ കിട്ടുള്ളൂ. പക്ഷേ ഇവർ 2 വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ കേസും ഓരോ സ്റ്റഡി ആയിട്ട് എടുത്ത് അത് ഇൻഡിവിജ്വലായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് അവർക്കൊരു ഫീഡ്ബാക്ക് കോളുകൾ നടത്തി പിന്നെ അവർക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ആവാം, ചിലപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവാം, അതല്ലെങ്കിൽ മോറൽ സപ്പോർട്ട് ആവാം, അല്ലെങ്കിൽ ഒന്ന് ഒരു ഈ എന്താ പറയുക ഔദ്യോഗികമായിട്ടുള്ള നമ്മുടെ ഈ കുരുക്കുകളുണ്ടല്ലോ അതൊന്ന് ബൈപ്പാസ് ചെയ്യാനുള്ളൊരു സഹായമാവാം. അപ്പോൾ ഓരോർക്ക് വേണ്ടത് ഓരോ സ്ഥലത്താണ്, ഓരോ ഏരിയയാണ്. അപ്പോൾ ആ ഏരിയ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് നമുക്കൊരു ചെറിയ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഫീൽഡിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ആളുകൾ മാത്രമേ ഫീൽഡിലുള്ളൂ. നമ്മുടെ കൂടുതലൊരു പയ്യനായിരുന്നു കൂടെ വന്നത്. അപ്പോൾ അവൻ ചെയ്ത ഒരു ഇത് പറഞ്ഞാൽ അവൻ പോകുമ്പോൾ അവനറിയാം, അവനെല്ലാവരും അറിയാം. അപ്പം അവൻ 2 മാസമായിട്ട് അവൻ്റെ ടീം അവിടെ ഉണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര, കാരണം ഞാൻ നിങ്ങളാണ് വന്നപ്പോൾ അല്ലല്ല മോനെ ഞങ്ങളറിയാം. അപ്പം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യം പലപ്പോഴും വന്നില്ല. പിന്നെ നമ്മൾ ഡോക്ടേഴ്സാണ് അവരുടെ അടുത്ത് പോയി എന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ ഇവിടുന്ന് ഇന്നതാണെന്ന് പറയുമ്പോൾ അവർക്ക് ഇതിൽ വലിയൊരു ആശ്വാസമുണ്ട്. നമ്മളോരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരു കണ്ണിൻ്റെ ഒരു പേഷ്യൻ്റ് ആയത്, അപ്പോൾ അവർ ചെന്ന സമയത്ത് തന്നെ അത് കണ്ണുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി ആയപ്പോൾ ഞാൻ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ കണ്ണിൻ്റെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഉള്ളതും പോയി, ചെയ്തതിന് ശേഷം ഉള്ളതാണ് നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാവുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അവർക്ക് പിന്നെ എന്താ പറയുക, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രയാസമുണ്ട്, പോകാനുള്ളതാവാം. ഇപ്പോൾ ഒരാൾ പറഞ്ഞൊരു സംഗതി എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പിന്നെ ഓരോ സ്ഥലങ്ങളിൽ പിന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോയിട്ടാണ് ഇപ്പോൾ നമ്മുടെ സമയം വെറുതെ ചിലവാകുന്നത്. നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല, ഫയൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫോളോ അപ്പ് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് കിട്ടി. അപ്പോൾ ഈ ഓരോ പിന്നെ പ്രയാസങ്ങൾ അവർക്കുള്ള സമയത്ത് അവരെ നമ്മളൊന്ന് ഒരു കൂട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ചിട്ട് അവരുടെ പ്രയാസങ്ങൾ നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് കൊടുത്താൽ അവർക്ക് പ്രയാസങ്ങളൊക്കെ മാറുമെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഓരോ രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഓരോരുത്തർ അനുഭവിക്കുന്നത്. ചിലർക്ക് നമുക്ക് എന്താ പറയുക ജസ്റ്റ് ഒന്ന് വിളി മാത്രം മതിയാവും, ചിലർക്ക് ഒരു പക്ഷേ സാമ്പത്തിക സഹായം വേണ്ടി വരും. അങ്ങനെ ഓരോ വിഷയവും ഒരു കേസ് ആയിട്ട് എടുക്കണം. നമ്മളെ കഴിഞ്ഞ സെഷന്റെ ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് ഉണ്ട്, ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കട്ട് ചെയ്യാം. ടെക്നിക്കൽ ഡെസ്ക് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാറ് കഴിഞ്ഞ സെഷൻ അവർ കണ്ടിന്യൂ ചെയ്തായിരിക്കും. ഇപ്പം ഇതിൽ ഡോക്ടർ പറഞ്ഞ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, റിയാലിറ്റി ശരിക്കും അപഗ്രഥനം ചെയ്തുകൊണ്ടുള്ള ഓരോ കേസും അങ്ങനെ അപഗ്രഥിച്ച് തന്നെ പോകും. ഇപ്പം ഇന്നലെ നിങ്ങൾ വയനാട്ടിലാകുമ്പോൾ തന്നെ നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. സിവിൽ എഞ്ചിനീയേഴ്സ് കോൺഫറൻസ് ഡെവലപ്പ് ചെയ്തത് ഇതുമെന്നാണ്, ഈ ചിന്തമെന്നാണ്. അതായത് നമ്മളവിടെ പുത്തുമലയിൽ പോയി, പലയിടത്തും പോയപ്പോൾ അവിടുത്തെ പഴയ പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ ലാൻഡ് സ്ലൈഡിൻ്റെ അടിസ്ഥാനത്തിൽ പുനരധിവാസം നടന്നെടുത്തുള്ള കൺസ്ട്രക്ഷൻ ഫെയിലിയേഴ്സ് അതിമെന്നാണ് ചർച്ച തുടങ്ങിയത്. അപ്പം ശരിക്കും വയനാട്ടിൽ എങ്ങനെയാണ് വീട് നിർമ്മിക്കേണ്ടത് നടക്കുള്ള എഞ്ചിനീയറിംഗ് സ്കെച്ചൊക്കെ കുട്ടികളവിടെ അവതരിപ്പിച്ചു. മാത്രമല്ല അവരെങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം. ഒരു 200 അടുത്ത ആളുണ്ടായിരുന്നു. നല്ല സെഷനായിരുന്നു. നമ്മൾ കുറച്ചുകൂടി ഈ ഒരു വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം ഞങ്ങൾ പോയപ്പോൾ കാഴ്ച മങ്ങിയ ആളുകളൊക്കെ ധാരാളം കണ്ടു. അപ്പം നോർമലി ഇപ്പം നമ്മളെ കണ്ണിൽ എന്തെങ്കിലും ഒന്ന് കുടുങ്ങിയാൽ, ഇങ്ങനെയല്ല നോർമലി എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടുങ്ങിയാൽ നമ്മൾ വേഗം കണ്ണ് വരച്ചുകയാണ് ചെയ്യുക. കണ്ണിൽ എന്തെങ്കിലും ഒന്ന് കുടുങ്ങിയാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഈ കണ്ണിൽ ഇപ്പം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നില്ല, ഇപ്പം നമ്മളെ തൊലിയിൽ ഇപ്പോൾ ഒരു സാധനം തട്ടിക്കഴിഞ്ഞാലേ നമുക്ക് അത്ര ഇറിറ്റേഷൻ ഇല്ലല്ലോ. അതെന്താണെങ്കിൽ കണ്ണിൻ്റെ ഈ തലയുടെ ഭാഗത്തും കണ്ണിൻ്റെ ഭാഗത്തൊക്കെ നെർവ്സ്, അതായത് സെൻസേഷൻ പെട്ടെന്ന് സ്മെല്ല് ചെയ്യാൻ വെച്ച് ഞാൻ മനസ്സിലാക്കാനുള്ള തരത്തിലുള്ള നെർവ് സപ്ലൈ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യണത്. അതിപ്പം കണ്ണിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചും പിന്നെ നെർവ്സൊക്കെ വളരെ കൂടുതൽ ഓവറധികം സെൻസേഷൻസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ചെറിയൊരു പൊടി പോയി കഴിഞ്ഞാൽ അത് നമുക്ക് പൊടി പോയ ഒരു വ്യക്തി ഇപ്പോൾ രാത്രി 10 മണിക്ക് വിളിക്കുമ്പോൾ പിന്നെ പൊടി പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതുകൊണ്ടാകുന്ന അവരുടെ പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അതായത് ഇവരത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്.
അപ്പോൾ നമ്മൾ സാധാരണ തിരുമുന്നതിന് ഒഴിവാക്കുകയാണ് നല്ലത്. തിരുമുന്നത് ഒഴിവാക്കാം. പണ്ട് നമ്മൾ ചെറിയ കുട്ടിയാക്കുന്ന സമയത്ത് ഈ വെള്ളത്തിൽ അതിപ്പോഴും ചില ആളുകൾക്ക് അതില്ല അല്ല ആ ഒരു സംഗതി ഉണ്ടല്ലോ. അതായത് കണ്ണിന്റെ ഉള്ളിൽ സാധാരണ പൊടിയൊക്കെ പോയി കഴിഞ്ഞാൽ സാധാരണ ഇത് എങ്ങനെ പോവാന്ന് പറഞ്ഞാൽ നേരെ ഉള്ളിലൊക്കെ പോവാം. നമ്മളെ പോളന്റെ ഉൾഭാഗത്തുണ്ടല്ലോ. അപ്പൊ നമ്മൾ സാധാരണ എന്തെങ്കിലും പൊടി ഉണ്ട് തന്നെ നേരെ ജസ്റ്റ് ഒന്ന് നോക്കും. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഈ പോളന്റെ അകത്താണ് പൊതുവെ നോക്കുക. കാരണം ഇവൻ അവിടെ പോയിട്ടാണ് ഇരിക്കുക. അപ്പൊ പറ്റുമെങ്കിൽ ഇപ്പൊ ചെറിയ കുട്ടികളായപ്പോ നമ്മളെ ഇങ്ങനെ ഈ ഒരു കളി ഉണ്ടല്ലോ, പോളൊക്കെ തിരിച്ചിട്ടില്ല എന്നിട്ട് ആൾക്കാരെ പേടിപ്പിക്കാനുള്ള തരത്തില് അതൊക്കെ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ ശരിക്കും. കാരണം അതിന്റെ ആ ഭാഗത്തായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പൊ ചിലർക്കൊക്കെ കാണാൻ പറ്റും അവിടെ എന്തെങ്കിലും പൊടിണ്ടെങ്കിൽ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പിന്നെ ക്ലീൻ ആയിട്ടുള്ള വെള്ളം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് ക്ലീൻ ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ പൊതുവേ ചെയ്യുന്നതിൻ്റെ നമ്മൾ തന്നെ ലൂബ്രിക്കേറ്റിംഗ് ഡ്രോപ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ഡ്രോപ്സ് എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ചിലപ്പം പോവും. അതുപോലെ തന്നെ ഈ ബഡ്സിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അതിപ്പം എന്താ പറയുക പോളൻ്റെ ഉൾവശത്താകുമ്പോൾ അത്ര പ്രശ്നമല്ല. നമ്മളെ കൃഷ്ണമണിൻ്റെ കറുത്ത ആ ഭാഗത്താകുമ്പോഴാണ് ശരിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയുള്ള സ്ഥലത്ത് ഒരു പൊടി ജസ്റ്റ് പിന്നെ എടുക്കുന്നതിനോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. തിരുമാതിരിക്കുന്നതാണ് നല്ലത്. കാരണം തിരുമ്മി കഴിഞ്ഞാൽ ഇത് അവിടെ ടൊരയും, അത് മുറിവുണ്ടാവും, അത് ചിലപ്പോൾ പിന്നെ ഇൻഫെക്ഷനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. തിരുമുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ ലൂബ്രിക്കേറ്റിംഗ് ആയാലും എന്തെങ്കിലും ഡ്രോപ്സ് അതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. അപ്പം അങ്ങനത്തെ ഡ്രോപ്സ് എന്തെങ്കിലും ഒറ്റിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ആ ഫോഴ്സ് കൊണ്ട് പിന്നെ അത് ഓട്ടോമാറ്റിക്കലി വാഷായി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രയാസം പിന്നെയും തുടരുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കാണിക്കുന്നതാണ്. നമ്മളായിട്ട് റിസ്ക് എടുത്തിട്ട് ഇപ്പം എന്തെങ്കിലും പിന്നെ ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ടോ അത് എപ്പോഴും ഡേഞ്ചർ തന്നെയാണ്. ഇപ്പോൾ ബഡ്സ് പറഞ്ഞു പോളെ തിരിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നെങ്കിൽ അത് ജസ്റ്റ് എടുക്കാം, വാഷ് ചെയ്യാം, അതൊക്കെ ചെയ്യാം. അതെ. ഇതിലിപ്പം നമ്മൾ ഇതിന്റെ വേറൊരു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ കണ്ണ് എന്നുള്ളൊരു കുഞ്ഞു ഉപകരണമാണല്ലോ. ഒരു ഡിവൈസിന്റെ ഇതിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഇത്രയും ചെറിയൊരു നാനോ ഡിവൈസിൽ നമ്മൾ കാണുന്ന സാധനത്തെ നമ്മളൊന്ന് ഇങ്ങോട്ട് ഒരു മെഷീനിലേക്ക് സെറ്റാക്കാൻ വിചാരിക്കുകയാണെങ്കിൽ അതിന് എന്തുമാത്രം സ്പേസ് വേണ്ടി വരും? അല്ലെങ്കിൽ ഇപ്പം കണ്ണ് ഇപ്പോൾ നിരന്തരം സർജറി ചെയ്യുന്ന ആളെന്നുള്ള നിലക്ക് നിങ്ങൾ കണ്ണിന്റെ ഉള്ളിലൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പം ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? പടച്ചോനായിട്ട് അത് ഞാൻ ഈ PGക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ നമ്മളിപ്പം ഇപ്പോൾ ഞാനിപ്പം 2001 മുതലാണ് ഒഫ്താൽമോളജി, വെറും ഒഫ്താൽമോളജി കൂടുതലായിട്ട് പഠിക്കുന്നത്. അതിന് മുമ്പ് MBBS പഠിച്ച സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒഫ്താൽമോളജി പഠിക്കണം. 2001 മുതൽ ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ പേഷ്യൻസ് ആണ് ഇപ്പോൾ അടുത്ത് ഈ പിന്നെ വെള്ളെഴുത്തിനുള്ള ഒരു ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അന്ന് തന്നെ ചോദ്യം വരും എനിക്ക് പേഷ്യൻസിൻ്റെ അടുത്ത്. അപ്പം നമ്മൾ അപ്ഡേറ്റ്സ് ചെയ്യേണ്ട ആവശ്യമാണ് ഒന്ന്. രണ്ടാമത് തീർച്ചയായിട്ടും രോഗികളോട് നമുക്ക് ഇപ്പോൾ അപ്ഡേറ്റ്സ് പറയണമല്ലോ. അവരിങ്ങോട്ട് ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ കണ്ണിനെ പറ്റി പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് എന്താണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര സംഭവം തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളിലും ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുന്നു, ഒരു ടേബിൾ ഉണ്ടാക്കുന്നു, അതല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നു, ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്കവർ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ്, ഇപ്പോൾ ഒരു പൂവുണ്ട്, ഇപ്പോൾ ചില ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഈ മല ഇറങ്ങി പോരുമ്പോൾ ഉള്ള ചില പൂവുകളൊക്കെ ഉണ്ട്, അതിൻ്റെ കളറിൻ്റെ ആ കോമ്പിനേഷനും സാധനങ്ങളൊക്കെ നിങ്ങൾ ഒന്നൊന്ന് സൂം ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ ഒരു ലെവലാണ്. അപ്പം അതിൻ്റെ ഈ കണ്ണിൻ്റെ വിഷയത്തിൽ എന്താ വെച്ചാൽ കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. കുറേ സ്ട്രക്ചേഴ്സ് പറഞ്ഞാൽ ഇത്ര ഇതിൻ്റെ ഉള്ളിൽ ഒരു 24 ml ഇത്ര ചെറിയൊരു സ്പേസിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം പാടെ പിന്നെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ പണ്ട് ഒരു തമാശ പറയാറുണ്ട്, ഈ വാച്ച് അയച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ സാധനങ്ങൾ ചിലപ്പോൾ ഉള്ളിൽ തിരിച്ച് കയറ്റാൻ പറ്റില്ല. അതേമാതിരി കണ്ണിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ വളരെ കോമ്പാക്റ്റ് ആയിട്ടും അതിൻ്റെ ഏത് സ്ഥലത്ത് ഇന്നത് വെക്കണം എന്നുള്ളതൊക്കെ ഉള്ളൊരു ആംഗിള്, അതുപോലെ ഈ നെർവ്സ് മുകളിലേക്ക് പോകുന്ന സംഭവം. അപ്പോൾ ഈ ഇതിപ്പം സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണഗതിയിൽ ഇഞ്ചുറീസ് ഒന്നും കണ്ണിന് അങ്ങനെ അഫക്റ്റഡ് ആവില്ല. കാരണം ഈ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. ഈ സാധനം കണ്ണ് ഈ ലെവലിലല്ല ഉള്ളത്, അത് കുറച്ച് ഉള്ളിലേക്കാണുള്ളത്. സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളിലേക്കാണ്. അപ്പോൾ തട്ട് എല്ലിൻ്റെ പുറത്താണ്. ഒരു പെട്ടെന്ന് അടി കെട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലിൻ്റെ പുറത്താണ്, കാരണം അത് കുറച്ച് ഉള്ളിലാണുള്ളത്. ഒന്ന് ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം, ഞാനൊരു ഓരോ ലെവലിലെ ചർച്ചയാണ് പോകുന്നത്. അപ്പോൾ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഒന്ന് എല്ലിൻ്റെത്, അത് അതിൻ്റെ ഉള്ളിലാണുള്ളത് ഒന്ന്. രണ്ടാമത്തത് നമ്മുടെ പോള ഉണ്ടല്ലോ, പോള ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളറിയാതെ നമുക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എൻ്റെ ഫംഗ്ഷൻ? ഇത് ഫുൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണം ഒന്ന്. രണ്ടാമത്തത് പിന്നെ ഈ പോള ചില ആളുകൾക്ക് ഇപ്പോൾ ഫേഷ്യൽ പാൾസി എന്ന് പറഞ്ഞാൽ ഇപ്പം വായ കോടിപ്പോകുന്ന രസമുണ്ടല്ലോ, ഇത് കോടിപ്പോയി കഴിഞ്ഞാൽ കണ്ണ് അടയൂല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടയുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും കണ്ണിൻ്റെ നിലനിൽപ്പിനും ആവശ്യമാണ്. അപ്പോൾ കണ്ണ് ഓട്ടോമാറ്റിക്കലി ഉറങ്ങുന്ന സമയത്ത്
നമ്മൾ ഈ ബ്ലിങ്കിങ് ഉണ്ടാവില്ലല്ലോ. അതെ. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് കണ്ണ് ഫുള്ള് അടഞ്ഞ് കിടക്കൽ നമ്മളെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമാണ്. അപ്പോൾ ഈ സംഗതി ഇപ്പം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഫേഷ്യൽ പാൽസി വന്നു കഴിഞ്ഞാൽ ഇത് അടയില്ല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പേഷ്യൻസിനോട് പറയും, നിങ്ങൾ ഒന്നുകിൽ ഇവിടെ പിടിച്ചിട്ട് കണ്ണടച്ചിട്ട് ഉറങ്ങണം, അതല്ലെങ്കിൽ ഇവിടുന്ന് പ്ലാസ്റ്റർ വെച്ചിട്ട് ഒട്ടിക്കണം, അതല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇതൊന്നും വർക്കില്ല. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ഇട്ടിട്ട് കണ്ണടച്ച് നോക്കും, കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഈ മെക്കാനിസം പഴയ പോലെ ആയിക്കഴിഞ്ഞാലേ നമ്മൾ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ഈ കണ്ണ് അടഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഉറങ്ങുന്ന സമയത്ത് കണ്ണ് അടയൽ കണ്ണിന് അത്യാവശ്യമാണ്. അത് നമ്മളാരും വിചാരിച്ചിട്ടാണ് അപ്പോൾ കണ്ണടയുന്നത്. ഓക്കെ, നമ്മൾ പിന്നെ ഓക്കെ ഞാൻ ഉറങ്ങാൻ പോകണം, കണ്ണടക്കട്ടെ, ആരും വിചാരിച്ചില്ലല്ലോ അപ്പോൾ അതടയണത്. അതുകൊണ്ട് അറിയല്ലേ, ഒരു സ്വിച്ച് ഇട്ടിട്ട് ഓഫാക്കി. അതല്ലല്ലോ നമ്മൾ. പിന്നെ രണ്ടാമത്തെ നമ്മൾ സംസാരിക്കുന്നു, ഞാൻ ഇപ്പോൾ എത്ര പ്രാവശ്യം കണ്ണിൽ ഇങ്ങനെ കണ്ണ് അടഞ്ഞുകൊണ്ടിരിക്കണില്ലേ, അത് വേറെ മെക്കാനിസം. വേറെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ കണ്ണിന് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന പോലെ കണ്ണിൻ്റെ ഭക്ഷണമാണ് കണ്ണുനീര്. കണ്ണുനീര് കണ്ണിൻ്റെ ഭക്ഷണമാണ്. കണ്ണുനീരില്ലെങ്കിൽ കണ്ണ് പോയി. കണ്ണുനീര് വേണം. അത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ കണ്ണുനീര് പ്രൊഡക്ഷൻ ഉണ്ട്, പലതരം കോമ്പോസിഷൻ ഉണ്ട്, അതിൻ്റെ ഒരു ലെവലുണ്ട്. അത് അധികാലം പ്രശ്നം. അത് പിന്നെ ആവശ്യമില്ലാത്ത കണ്ണിന് താഴെ വിടുന്ന കണ്ണിന്ന് മൂക്കിലേക്ക് ഒരു ഹോൾസ് ഉണ്ട്, അതുവഴി താഴത്തേക്ക് പോകുന്നു, കുറച്ച് എവാപ്പറേറ്റ് ചെയ്ത് പോകുന്നു. പിന്നെ ചില സമയത്ത് AC ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് ഡ്രൈനസ് വരാം. അപ്പോൾ കണ്ണുനീരിൻ്റെ ഒരു സാധാരണ തലത്തിലുള്ള അളവ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ ഈ കണ്ണിൻ്റെ ബ്ലിങ്കിങ് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ണുനീര് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് കണ്ണുനീരിൻ്റെ ഈ പുകളടയുന്നതിൻ്റെ ബ്ലിങ്കിങ് റേറ്റ്. അപ്പോൾ ഈ ഡ്രൈനസ് വരില്ലേ, ഇപ്പോൾ നമ്മളൊരു സാധനത്തിലേക്ക് സ്റ്റെയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ബ്ലിങ്കിങ്ങിൻ്റെ റേറ്റ് കുറയും. കമ്പ്യൂട്ടർ യൂസേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ കയറി ഉപയോഗിക്കുമ്പോൾ അങ്ങനെ സമയത്തൊക്കെ ബ്ലിങ്കിങ്ങിൻ്റെ റേറ്റ് കുറയും. അതുപോലെ AC കൂടുതൽ ഉപയോഗിക്കുമ്പോൾ എന്താ പറയുക, കണ്ണുനീര് കുറേ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഡ്രൈനസ് വരും, അപ്പോൾ സിംറ്റംസ് വരും. അപ്പോൾ നമ്മളെ പല ആളുകൾ കമ്പ്യൂട്ടർ യൂസേഴ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സൊക്കെ വരാറുണ്ട്. ഡ്രൈനസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ്. എന്താ കൂടുതൽ ആകെ ഒരു പ്രയാസം, കണ്ണെന്ന് അടച്ച് തുറക്കാൻ തോന്നും. നമ്മുടെ വർക്ക് നമുക്ക് അഫക്റ്റഡ് ആവുന്ന വിധത്തിലുള്ള തരം സിംറ്റംസ് ആണ്. ചില ആളുകൾക്ക് ലൈഫ് ടൈം പിന്നെ കണ്ണുനീരിന് പകരമുള്ള മെഡിസിൻസ്, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഡ്രോപ്സ് ഉപയോഗിക്കേണ്ടി വരും. ശരിക്ക് എത്ര അൽഹംദുലില്ലാ പറയണ ഒരു കണ്ണിന്റെ കാര്യത്തിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. അതെ. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഒരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ. ഒരു പിന്നെ കണ്ണിൻ്റെ സ്ട്രക്ചർ പഠിച്ച ഒരു മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സൃഷ്ടാവിനെ നിഷേധിക്കാൻ കഴിയുക എന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കണതാണ്. നമുക്ക് കണ്ണൊരു എക്സിബിഷൻ വെക്കണം. അതിനുള്ള സാധനം ഉണ്ട് അതിനുള്ളിൽ, മനസ്സിലായില്ലേ? എനിക്കിവിടെ ഫീൽ ചെയ്ത കാര്യമാണ് ഇതിൽ ഈ കണ്ണിന്റെ ഈ പീലി എന്ന് പറയുന്ന സാധനല്ലേ, ഈ താഴത്തുള്ള ഇതും, അതെ, ഇതൊക്കെ എന്ത് തരം ദൗത്യാണ്? ഇതൊക്കെ ഈ പ്രൊട്ടക്ഷൻ ദൗത്യാണ്. ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഒരു പൊടി വരുന്നു, ഫോർ എക്സാമ്പിൾ, അതിന്റെ ഡയറക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതൊരു പ്രത്യേക ഡയറക്ഷനിലാണ്. നമ്മൾ വിചാരിച്ച പോലെ അത് നമ്മളെ കൺട്രോളല്ല. അപ്പോൾ അതും പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഡസ്റ്റ്, വിൻഡ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേക ഡയറക്ഷനിലാണ് ഈ പീലികളുള്ളത്. അങ്ങനെ ഓരോ സ്റ്റെപ്പ് നമ്മളിങ്ങനെ ബാക്കിലേക്ക് പോകുമ്പോഴും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് വരുന്നത്. അപ്പോൾ അതായത് ഏറ്റവും ബാക്കിലാണ് വെച്ചിട്ടുള്ളത്. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള സാധനം ഏറ്റവും ബാക്കിലാണ്. മനസ്സിലായി? ബ്രെയിനിന് കണക്ഷൻ ഉണ്ട്. ബ്രെയിനിൻ്റെ ശരിക്കും ഒരു പ്രൊജക്ഷനാണ് കണ്ണ്. ഈ നമ്മളെ കണ്ണിൻ്റെ ഡെവലപ്മെന്റ്, ഈ എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, ആ സമയത്ത് കണ്ണിൻ്റെ സാധനം എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഒരു ഔട്ട്പുട്ടാണ്. ബ്രെയിന് തലച്ചോറിനുള്ളില്ലേ, അതിൻ്റെ ഒരു പാർട്ട് വന്നിട്ട് പുറത്തേക്ക് വന്നാണ് ഈ കണ്ണിൻ്റെ ഉള്ളിലുള്ള ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഗതി ഒരു വലുതാണ്, ചെറുതാണെങ്കിലും ഇത് വലുതാണ്. അപ്പോൾ സങ്കീർണമായിട്ടുള്ള സ്ട്രക്ചറാണ്. ഇതിലിപ്പോ സാധാരണ ഈ കുട്ടികൾ ഒക്കെ സ്കൂളിലൊക്കെ വരുമ്പോഴേ ഈ കോസ്മെറ്റിക് സാധനങ്ങൾ ഇങ്ങനെ ഇതിൽ വാരി തേച്ചിട്ടുണ്ടാവും. അതെ അല്ലേ? അതെ. അത് അത്തരം കാര്യങ്ങൾ എത്രത്തോളം അഫക്റ്റ് ചെയ്യും? അതായത് ഇപ്പം ഈ നോർമലി ചില ആളുകൾക്ക് ഇതിനോട് അലർജി ഉണ്ടാവാറുണ്ട്, ഈ സാധനം കൊണ്ട് അലർജി ഉണ്ടാവാറുണ്ട്. രണ്ടാമത്തത് നമ്മുടെ നോർമലി കണ്ണിൻ്റെ പോളയിൽ, ഇപ്പം ഞാൻ ചില സമയത്ത് പിന്നെ ചില പേഷ്യൻസിനോട് ചോദിക്കും, പിന്നെ കൺമിഷൻ്റെ ഫാക്ടറി എന്തുണ്ടോ ചോദിക്കും. ഡോക്ടറെ ചോദിക്കുന്നുള്ളതിന് ബഷീർ, എനിക്ക് പേഴ്സണലി ഉള്ള ഒരു അനുഭവം പറയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ എൻ്റെ മോനെ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഡോക്ടർ ഒരു പേഷ്യൻറ്റിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇരുന്നിട്ട് സംസാരിക്കണത് ആ പേഷ്യൻറ്റിൻ്റെ കണ്ണ് കാണിക്കാനാണല്ലോ വന്നത്. നിങ്ങൾക്ക് കണ്ണിലുള്ളിലേറെ വലിയ നഷ്ടമുള്ളൊരു കാര്യം ഞാൻ പറയാറുണ്ട് ഡോക്ടർ. ഞാൻ അങ്ങനെ ലൈവായിട്ട് കാണുകയാണ്. അപ്പോൾ അടുത്ത പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലോ, ആ സമയത്ത് കാണുകയാണ്. അപ്പോൾ ഒരു ഏലസ് കെട്ടിയിട്ടുണ്ട് ഈ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ. അപ്പോൾ ഡോക്ടർ അത് ഫുള്ളാണ് വിശദീകരിച്ച്
കംപ്ലീറ്റ് പറഞ്ഞു കൊടുത്ത് അവസാനം ആ പേഷ്യൻ്റ് എന്ത് ചെയ്തു, എന്നാ ഞാൻ പൊട്ടിച്ചോളാന്ന് പറഞ്ഞു. മാഷാ ആ അത് ഞാൻ ഭയങ്കരമായിട്ട് ലൈവായിട്ട് കണ്ടൊരു സംഭവമാണ്. നമുക്ക് ശരിക്കും ഈ പ്രൊഫഷണൽസിൻ്റെ ഇടയിലുള്ള നമ്മുടെ ഒരു ദവാ വർക്കുകളുടെ ഒരു പ്രചോദനമാണ് ഇങ്ങനത്തെ ചില കാഴ്ചകൾ. തീർച്ചയായും. ഞാൻ ഡോക്ടറെ പേര് പറയാതെ ഞാനത് പലപ്പോഴും പറയാറുണ്ട്. അതെ അതെ. അപ്പോൾ ഞാൻ മൂപ്പര് പിന്നെ നിലവിൽ പേഷ്യൻറ്റിനോട് അങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാണ് ഞാൻ. ഓക്കെ. ആ വിഷയത്തിൽ സംസാരിക്കുമ്പോഴേ പൊതുവെ ആളുകൾ പിന്നെ ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു പ്രശ്നങ്ങളുണ്ട്. ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഒരു ചെറിയൊരു 30 സെക്കൻഡ് എക്സ്ട്രാ ഉം. സ്പെൻഡ് ചെയ്താൽ അത് അവർക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വളരെ വലുതാണ്. കൂടുതലാണ്. അതെ. അപ്പോൾ ഞാൻ ചിലരോട് ചോദിക്കും, നിങ്ങളിപ്പോൾ എന്താ വളരെ നിങ്ങളൊക്കെ വളരെ വെൽ ഡ്രസ്ഡ് ആണല്ലോ, ഉം. ശരിക്കും ഹിജാബൊക്കെ ഫോളോ ചെയ്തിട്ടാണല്ലോ നിങ്ങൾ ഡ്രസ്സ് ചെയ്തിട്ടില്ല, നിങ്ങൾ മോളെന്താ അങ്ങനെ? അങ്ങനെ ചോദിക്കും. ആ. അല്ല ഞാൻ പിന്നെ ഇതിപ്പോൾ എന്താ എനിക്ക് ഇങ്ങോട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്താ സംഭവം. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ വളരെ ഡീസൻ്റ് ആയി നടക്കണത്, അവളിപ്പോൾ ഇങ്ങനത്തെ ഒരു ജീൻസും ടീഷർട്ടും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് പിന്നെ എന്താ പറയുക ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട് പക്ഷെ ധരിച്ചിട്ടില്ല. അപ്പം ഞാൻ അവരോട് കഴിഞ്ഞ പ്രാവശ്യം ഇടയ്ക്ക് ഇങ്ങനത്തെ പേഷ്യൻസൊക്കെ ഇപ്പോൾ വളരെ കൂടുതലാണ്. ആ. ഇപ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ മദർ ഇങ്ങനെയും മോൾ ഇങ്ങനെയുള്ള. അതെ അതെ. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഇപ്പം എന്താ പറയുക ഒരു പ്രിക്കിങ് ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ട് ചോദിക്കും. സ്റ്റാർട്ട് ചെയ്യൽ പൊതുവെ അങ്ങനെയാണ്. അത് നീ അള്ളയിൽ വിശ്വസിക്കണ്ടോ ചോദിക്കും. ഉം. അപ്പോൾ ഉണ്ട്. അപ്പോൾ പിന്നെ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മെഷീൻ കാണിച്ചു കൊടുക്കും. ഈ മെഷീൻ ഇപ്പം എങ്ങനെയാണ് മെയിൻ്റെനൻസ് ചെയ്യുന്നത് പിന്നെ എന്താ പറയുക ഈ മെഷീൻ ഉണ്ടാക്കിയ ആളല്ലേ പറയണ്ടേ. അതെ. അതുപോലെ നമ്മളെ ക്രിയേറ്റ് ചെയ്ത ആളാണ് നമ്മൾ എന്താണ് ഡൂസ് ആൻഡ് ഡോൺസ് പറയേണ്ടത്. അതെ. നീയിപ്പോൾ അള്ളാഹിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് പറഞ്ഞത് ഫോളോ ചെയ്യേണ്ടതുണ്ടോ അല്ലേ. ഉം. അത് സ്വർഗത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് എന്താ പറയുക പോലെ ഫോളോ ചെയ്യണ്ടേ. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ചെറിയൊരു 1-2 മിനിറ്റ് മതി ശരിക്ക്. അപ്പോൾ അത് പൊതുവെ എന്താ പറയുക നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാലേ അതെ അതെ. ഉമ്മ പറയുന്നതിനേക്കാൾ അല്ലെങ്കിൽ വേറൊരു ടോക്ക് കേൾക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ ആളുകൾക്ക് സ്വാധീനം ചെലുത്തിയേക്കാം എന്നൊരു തോന്നലുണ്ടായതുകൊണ്ട് ഞാൻ ഇപ്പൊ നിങ്ങളുടെ സെയിം പ്രൊഫഷനിലുള്ള ആളുകൾ ഇപ്പൊ ഒരു ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ല, അയാൾക്ക് അയാളുടെ കുറച്ചുകൂടി ഗവൺമെന്റ് റെഗുലേഷൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഏരിയക്ക് പോണതിന് പരിമിതി ഉണ്ട്. നേരെ തിരിച്ചിപ്പോൾ നിങ്ങളൊക്കെ പോലെ പ്രൈവറ്റ് സെക്ടറിൽ സ്വന്തം സ്ഥാപനത്തിലൊക്കെ ഉള്ള ആളുകളാണെങ്കിലും ഇങ്ങനത്തെ വിഷയത്തേക്ക് കടന്നാൽ അത് പേഷ്യൻറ്റിൻ്റെ എണ്ണത്തെ ബാധിക്കുമോ എന്നൊക്കെയുള്ള ഭയം ആളുകൾക്ക് ഉണ്ടാവും. നിങ്ങളൊരു എക്സ്പീരിയൻസ് എന്താണ്? അത് ഇപ്പോൾ എനിക്ക് ഞാൻ പൊതുവെ എന്താ പറയുക പിന്നെ എൻ്റെ കാര്യങ്ങൾ പൊതുവെ എന്താ പറയുക നമുക്ക് നമ്മളുടെ ഇപ്പം നമസ്കാരത്തിൻ്റെ ടൈമായാലേ നമസ്കാരത്തിൻ്റെ ടൈമായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അറിയിക്കും പേഷ്യൻസിനെ. പിന്നെ നമസ്കാരമുണ്ട് ഇന്ന സ്ഥലത്താണ് ആളുകൾക്ക് സ്ത്രീകൾക്ക് ഇവിടെ സൗകര്യം ഉണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ അവിടെ കൊടുക്കും, ഓഡിയോ കൊടുക്കും. അപ്പോൾ ആളുകൾ തന്നെ ഏകദേശം മെൻ്റലി ട്യൂൺഡായി ഒരു 10 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ. അപ്പം നമ്മളതിൽ അങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ പിശാച് നമ്മളെ അനൗൺസ്മെന്റ് വരും. അതെ അനൗൺസ്മെൻറ്റോ അതായത് പിന്നെ നമസ്കാരം ഏകദേശം 20 മിനിറ്റ് നമസ്കാരത്തിനുള്ള ബ്രേക്കാണ്. പിന്നെ ആണുങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന പിന്നെ പള്ളിയുണ്ട്, സ്ത്രീകൾക്ക് ഇന്ന സ്ഥലത്ത് പള്ളിയുണ്ട് എന്ന് പറയും. അപ്പോൾ തന്നെ ആളുകളൊക്കെ ഓക്കെ അവരുടെ സാധനങ്ങളൊക്കെ മൊബൈലൊക്കെ നടിച്ച് വെച്ച് ഓക്കെ പള്ളി ഏതായാലും ഡോക്ടർ പള്ളി പോവാണ് എന്നുള്ളൊരു മെസ്സേജ് അവർക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോൾ കുറേ ആൾക്കാർ റെഡിയായി നിസ്കാരത്തിലേക്ക് നമ്മളെ കൂടെ പോരും, മുമ്പിൽ പോവും, പിന്നിൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം ഒരാൾ വിചാരിക്കുകയാണ് ഇപ്പം ഞാൻ ഇപ്പം നിസ്കരിക്കാൻ പോയാൽ എൻ്റെ രോഗികൾ ഇപ്പോൾ എൻ്റെ കുറയുമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. അപ്പം ഞാനതിൽ എൻ്റെ ഒരു തോട്ടം എന്താണെങ്കിൽ നമുക്കിപ്പോൾ നമ്മളെ റിസ്ക് തന്നെ അല്ലല്ലേ, നമ്മളെ റിസ്ക് തരുന്നത് അള്ളാഹുവാണ് അല്ലേ. അപ്പോൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാലല്ലേ നമ്മൾ റിസ്ക് വർദ്ധിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ പിന്നെ ലൈൻ ശക്കർത്തും ലാസീതന്നക്കും അല്ലേ. അപ്പോൾ നമ്മൾ നന്ദി കാണിക്കൽ നമ്മളുടെ ബാധ്യതയാണ്. പിന്നെ ഇപ്പോൾ പൈസ എന്ന് പറയുന്നത് പിന്നെ ഒരു വലിയൊരു ഓവർ പൈസ ഉണ്ടായതുകൊണ്ടൊന്നും നമ്മളെ ഹാപ്പിനെസ് കൂടില്ലല്ലോ. ഇല്ല. നമ്മളെ കാഴ്ചപ്പാടാണ് ശരിക്കും ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഒരാൾക്ക് പണ്ട് എന്നോട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 10,000-15,000 രൂപയുള്ളൂ, കുറച്ച് വർഷങ്ങൾക്കും വേണം, ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണി വെക്കും. എല്ലാ നേരം ഞാൻ പള്ളിയിൽ പോകും, 5 നേരം ഞാൻ പള്ളിയിൽ പോകും, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാൻ അത് എന്നെ വളരെ ഒരു സ്വാധീനിച്ച ഒരു പ്രസ്താവനയായിരുന്നു എന്തോ സംസാരിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ പൈസ കൂടി എന്നതുകൊണ്ട് ആരുടെയും ഹാപ്പിനെസ് ഒരിക്കലും കൂടാൻ പോകുന്നില്ല. നമ്മളെ കാഴ്ചപ്പാട് മാറിയാൽ തന്നെ ഹാപ്പിനെസ് വരുള്ളൂ. കോടികളുണ്ടെങ്കിലും കാഴ്ചപ്പാട് മോശമാണെന്നുണ്ടെങ്കിൽ അതിനപ്പുറമാണ് എനിക്ക് 100 കോടി ഉണ്ട് അല്ല 200 കോടി ആക്കണം എന്നുള്ള കാഴ്ചപ്പാടിലൂടെ എങ്ങനെ ഹാപ്പിനെസ് വരിക അല്ലേ. അപ്പോൾ നമ്മളുടെ ഈ ചെറിയ ചെറിയ കുഞ്ഞു ഇടപെടലുകൾ പിന്നെ രോഗികൾക്കിടയിൽ ഉണ്ടാക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമുക്ക് പരലോകത്തിലേക്കുള്ളൊരു മുതൽക്കൂട്ടാണ് ഒന്ന്. രണ്ടാമത്തത് പിന്നെ ഒരു
പിന്നെ രോഗിയെ ഇപ്പോൾ ഒരാൾ വിചാരിക്കണം അപ്പോൾ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞില്ല അത് പോകണ്ടെന്ന് വിചാരിച്ചാൽ നമുക്കതിന് പകരം പഠിച്ചാൽ 10 ആളെ തരും. ഉറപ്പായിട്ടും. അതാണ് അതെ, കൃത്യമായ ഞാൻ എൻ്റെ വിശ്വാസം അതാണ്. അതെ അതെ അത് തന്നിട്ടുമുണ്ട് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ചിന്ത ശരിക്കും പിശാചിൽ നിന്നും ഉടലെടുക്കുന്നതാണ്. നമ്മൾ ദൈവത്തിലോ അല്ലെങ്കിൽ ആളുകളുടെ ഇങ്ങനത്തെ കാര്യങ്ങളിലോ നമ്മൾ നിസ്കാരത്തിലോ നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലോ അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നത് നമ്മളുടെ വരുമാനത്തെ രോഗികളെ കുറയ്ക്കുമെന്ന് വിചാരിക്കുന്നത് പിശാചിൽ നിന്നുള്ള ചിന്തയാണ്. തീർച്ചയായും. താജിക്ക നേരത്തെ ഓഫർ നൽകിയതുകൊണ്ട് കുറെ ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ ഇല്ലാതെ കാഴ്ചക്കുറവിനുള്ള കണ്ണട ഒഴിവാക്കാം എന്ന് പരസ്യങ്ങൾ കാണുന്നു. ഇത് വിജയകരമാണോ? ചിലവ് താങ്ങാവുന്നതാണോ എന്ന് ഇബ്രാഹിം നെല്ലിക്കുഴിയുടെ ഒരു ചോദ്യമുണ്ട്. ഓപ്പറേഷൻ ഇല്ലാതെ കണ്ണിൻ്റെ കാഴ്ച ശരിയാക്കാം. ഇത് ഇപ്പം പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടാവും. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഞാൻ പറയാം 2 എണ്ണം. ഒന്ന് പിന്നെ ഈ ലെൻസൊക്കെ വെച്ചിട്ടുള്ള ലേസർ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതായിരിക്കും ഒന്ന് അതായിരിക്കാം. അതായത് ഇപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ കാഴ്ചക്കുറവ് പലതരത്തിലുള്ള കാഴ്ചക്കുറവുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ നീളം അത് നേരത്തെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ അവരുടെ സൃഷ്ടിപ്പിൻ്റെ ഒരു വൈദഗ്ധ്യത്തിലേക്കുള്ള ഒരു ചൂണ്ട. ഒരു മില്ലിമീറ്റർ കണ്ണിൻ്റെ നീളം കൂടിയാൽ കാഴ്ചക്കുറവുണ്ടാവും. 1 മില്ലിമീറ്റർ സാധാരണ കണ്ണിൻ്റെ ലെങ്ത്തിൽ നിന്ന് 1 മില്ലിമീറ്റർ കൂടിക്കഴിഞ്ഞാൽ കാണൂല, കണ്ണട വെച്ചാലേ കാണുള്ളൂ. അതൊരു ഷോർട്ട് സൈറ്റ് എന്ന് പറയാം, മയോപ്പിയ. മൈനസ് പവറിലെ ആൾക്കാർക്ക് ഇതാ പ്രശ്നം. ഇവിടുന്ന് കണ്ണ് കിഷ്മൻ്റെ അറ്റത്തുനിന്ന് ഈ കണ്ണ് തലച്ചോറിന് വരുന്ന ആ ലെങ്ത് ഉണ്ടല്ലോ, 1 മില്ലിമീറ്റർ കൂടിയാൽ. അപ്പം ഇങ്ങനെയുള്ള കണ്ണട വെക്കുന്ന തരത്തിലുള്ള കാഴ്ചക്കുറവുണ്ട്. സാധാരണ കാഴ്ചക്കുറവ് വന്ന് ഒരു 18 വയസ്സ് വരെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കും. അത് ഒരു ബ്രേക്ക് ആവാനുള്ള മെഡിസിൻസും എക്സർസൈസുകൾ അതുപോലെയുള്ള സംവിധാനം മരുന്നുകളൊക്കെ ഇപ്പം ഉണ്ട്. അപ്പോൾ പൊതുവെ ആളുകളുടെ കാഴ്ചക്കുറവ് സ്റ്റേബിളായി നിൽക്കുന്നത് ഒരു 18 വയസ്സിലാണ്. ഈ 18 വയസ്സായി കഴിഞ്ഞാൽ കണ്ണട ഒഴിവാക്കാനുള്ള ലേസർ സംവിധാനങ്ങൾ, പലതരത്തിലുള്ള ലേസർ സംവിധാനങ്ങളുണ്ട്. അപ്പം അത് പിന്നെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭൂരിപക്ഷം ആളുകൾക്കും, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് എന്താണെന്നെങ്കിൽ ഏതൊരു സർജറിക്കും സർജറിയായിട്ട് റിസ്ക്കുകളുണ്ടല്ലോ. രോഗികൾ വന്നിട്ട് എന്നോട് ചോദിക്കും പിന്നെ ഉറപ്പുണ്ടോ ഡോക്ടർ ചോദിക്കാം. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ വന്ന്, ഞാൻ ബസ്സിന് വന്ന് നിങ്ങൾ ബസ്സിലത്തെ ഡ്രൈവറോട് ചോദിക്കില്ല ഉറപ്പുണ്ടോ എന്ന്. അവിടത്തും ഇവിടെ നമ്മൾ ഡോക്ടറോട് മാത്രം ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാവരോടും ചോദിക്കണം. ഫ്ലൈറ്റിൽ കയറി നമ്മൾ പൈലറ്റിന് ചോദിക്കണം, ട്രെയിനിൽ കയറി ട്രെയിൻ തലയോട് ചോദിക്കണം. ഉറപ്പുള്ള സംഗതി ഭൂമിയിലൊന്നുമില്ല. പിന്നെ നമ്മൾ പ്ലസും മൈനസും താരതമ്യം ചെയ്ത് എൻ്റെ കണ്ണട ഒഴിവാക്കലാണ് ആവശ്യം. അതായത് കണ്ണട മരുന്നുകളില്ലാതെ സർജറി ഇല്ലാതെ ലേസറിലൂടെ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. കുറേ ആളുകൾ അത് ഉപയോഗിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ തന്നെയാണ്. അതായിരിക്കും ഒരു പക്ഷേ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, ഇതിൽ വേറൊരു ഭാഗമുള്ളത് ഈ ആയുർവേദ അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ നാട്ടു ചികിത്സ വഴി കണ്ണട ഒഴിവാക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതൊരു വർഗശത്രു എന്നുള്ള കൊല്ലാതെ കൈകാര്യം ചെയ്യും. ഈ അതെന്നറിയാം, എന്തായാലും കുറച്ച് കൊല്ലയിൽ വരുമല്ലോ. അതായത് പിന്നെ ഈ അപ്പോൾ ഇങ്ങനത്തെ കേസ് ഇപ്പോൾ സാധാരണ ഈ മറ്റ് സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുന്ന കേസുകളെ എങ്ങനെ നമ്മളൊരു അപഗ്രഥിച്ച് നോക്കുമ്പോഴേ ഇവിടെ നമുക്കൊന്നും ചെയ്യാമല്ല എന്ന് പറയുമ്പോഴാണല്ലോ പൊതുവെ ആൾക്കാർ മരുന്നുകൊണ്ട് കണ്ണട ഒഴിവാക്കാൻ പറ്റില്ല, അതല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം. അപ്പോൾ ക്യാൻസറൊക്കെ അങ്ങനെയുള്ള ആളുകൾ ചൂഷണം ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഒരു അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ പിന്നെ അവർക്ക് ആദ്യം തന്നെ പിന്നെ കുറേ പഥ്യങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നു. ഇന്ന ചെയ്യാൻ പാടില്ല കുറേ. അത് ശരിക്ക് അതെന്താ അറിയോ, അതൊരു പിന്നെ ലോക്ക് ചെയ്യണം അറിയാം. കാരണം ഇത് എന്തെങ്കിലും ഒരാൾ എന്തായാലും ബ്രേക്ക് ചെയ്യുന്ന ഉറപ്പാണ്, മനസ്സിലായില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ 5 പഥ്യങ്ങൾ പറഞ്ഞു, അപ്പോൾ 1 ഞാൻ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റിന് റിസൾട്ട് ഇല്ല എന്നുള്ള ഇത് പേഷ്യൻറ്റിനെ ആൾറെഡി ഉൾക്കൊള്ളുകയാണ്. പിന്നെ രണ്ടാമത്തെ ഉള്ളത് ഇപ്പോൾ ഏതൊരു പിന്നെ ശാസ്ത്രശാഖക്കും അതിൻ്റേതായിട്ടുള്ള എവിഡൻസും പ്രൂഫും അതിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ സംഗതികളുണ്ടല്ലോ. ഇപ്പോൾ ഒരാൾ ഒരു വേരിൽ നിന്നും ഒരു സാധനം എടുത്ത് കഴിച്ചാൽ അയാൾക്ക് ശ്വാസം മുട്ട് മാറുന്ന സങ്കല്പിക്കുക. ആ വേരിൽ പല സാധനങ്ങളുണ്ടാവുമല്ലോ. ആ വേരിൽ പല സാധനങ്ങളുണ്ട്. ഒരു പക്ഷേ മോഡേൺ മെഡിസിനിലുള്ള മരുന്നുകൾ കണ്ടുപിടിച്ച് വേരിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ സ്റ്റീറോയിഡ് ഗുളിക എന്നുള്ള ഒരു എക്സാമ്പിൾ പറയാം. സ്റ്റീറോയിഡ് തുടക്കത്തിൽ കണ്ടുപിടിച്ചത് വേരിൽ നിന്നാണ്. ആ വേരിൽ നിന്നും കണ്ടുപിടിച്ച് പിന്നെ അത് കെമിക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് സ്റ്റീറോയിഡ് ഗുളികൾ. അപ്പം മോഡേൺ മെഡിസിനിൽ ചെയ്യുന്ന ഒരു രീതി എന്താണെങ്കിൽ ആ മെഡിസിൻ്റെ കോൺസെൻട്രേഷൻ 40 മില്ലിഗ്രാം അല്ലെങ്കിൽ 20 മില്ലിഗ്രാം എന്ന് നോക്കി അതിൻ്റെ ബാക്കിയുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ആ വേരിൽ നിന്നും ഒഴിവാക്കി ഉള്ള സാധനങ്ങൾ. പക്ഷേ നമ്മളിപ്പോൾ ഒരാൾ നേരിട്ട് വേര് അരച്ചിട്ട് കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ സ്റ്റീറോയിഡ് ഗുളികൻ്റെ ഇഫക്റ്റാക്കി കിട്ടുമല്ലോ. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ
വേറെ ലോങ് വരും. വേറെ സാധനങ്ങളും വരും, സൈഡ് എഫക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ ഡോസ് ഇപ്പൊ ഈ കണ്ണട അങ്ങനെ മാറ്റിയവരുണ്ട് എന്നവർ അനുഭവം പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യും? അതായത് ഇപ്പം പിന്നെ ഞാനതിൽ എനിക്ക് പറയാനുള്ള സംഗതിയിൽ എനിക്ക് കുറേ പേഷ്യൻസ് ഉണ്ട്. എനിക്ക് കുറേ പേഷ്യൻസ് ഇപ്പം ഞങ്ങൾ കണ്ണട അഡ്വൈസ് ചെയ്തു. കണ്ണട അഡ്വൈസ് ചെയ്ത പേഷ്യൻസ് കുറച്ച് കാലം പിന്നെ കണ്ണട ഒന്നെങ്കിലും എന്ത് ചെയ്യും, വെക്കും, പിന്നെ കുറച്ച് കാലത്തിന് വരില്ല. അതല്ലെങ്കിൽ കണ്ണട വെക്കില്ല, പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് വരും. അപ്പോൾ എനിക്കിത് മനസ്സിലാവും സംഭവം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ഇത്ര കാലം വരാമെന്ന് ചോദിച്ചു. ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. പിന്നെ അപ്പോൾ അതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് കാഴ്ച റെഡിയായോ? കാഴ്ച ഒരു പറഞ്ഞത് ഇപ്പോഴുള്ള കാഴ്ച നിലനിർത്താനാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തതെന്ന് പറയും. ചിലർ പറയും കുറേ പത്യങ്ങളൊക്കെ പറഞ്ഞു അത് ഫുള്ള് നമുക്ക് പോകാൻ പറ്റില്ല, ഒരവിടെ 20 ദിവസം കടന്നുള്ള ചികിത്സ ഉണ്ട്, ആദ്യം ഒരു പ്രാവശ്യം പോയി പിന്നെ പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് പിന്നെ കാഴ്ചേൻ്റെ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് വെച്ചു. ഇല്ലല്ല, കാഴ്ച ടെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല സെൻറ്ററുകളിലും പല രീതിയിലുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഈ ഒരു എന്താ പറയുക ഒരു സെഗ്മെൻറ്റിനെ എന്താ പറയുക ക്രിട്ടിസൈസ് ചെയ്യല്ല ചെയ്യുന്നത്. എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് ഇത് ആക്ച്വൽ ഫീഡ്ബാക്കിന് കാഴ്ച ടെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ അനാലിസിസ് നടത്തണ്ടേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ പണ്ട് ഞാൻ അഡ്വൈസ് ചെയ്ത കണ്ണടയുടെ പവറിനേക്കാൾ കൂടുതൽ പവർ കാഴ്ച വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അവർ മനസ്സിലാക്കുന്നില്ല, കാരണം അവർ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല, കണ്ണട വെക്കാൻ പാടില്ല. അപ്പോൾ കാഴ്ചക്കൊരു പിന്നെ ഈ ഷോർട്ട് സൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ കണ്ണിന്ന് ബാക്കിലേക്കുള്ള ലെങ്ത്ത്, പിന്നെ കൂടുതൽ ആളുകൾക്ക് വരുന്ന ഷോർട്ട് സൈറ്റ് എന്ന കാഴ്ചക്കുറവുള്ള ഒരാൾ കണ്ണട വെച്ചാൽ സാധാരണഗതിയിൽ അവർക്ക് പ്രായം കൂടുമ്പോൾ കാഴ്ച കുറയാണ് ചെയ്യുക. അത് പ്രിവെൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ആ ലെവലിലെങ്കിലും നിർത്താനുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് ഒന്ന്. അപ്പോൾ ആ മെഡിസിനുള്ള വേറെ എന്തെങ്കിലും തരത്തിലുള്ള വേരിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിപ്പോൾ ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ ഒരു പക്ഷേ കിട്ടിയേക്കാം. രണ്ടാമത്തെ സ്പെഷ്യൽ കണ്ണടകളുണ്ട് ഇപ്പോൾ, മയോപ്പിയ ലെൻസ് എന്നാണ് ഇതിന് പറയാം. ആ കണ്ണട വെച്ചാൽ പിന്നെ കമ്പനീനെ പറയുന്നത് നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ഇത്ര പോയിന്റിൽ കൂടുതൽ കാഴ്ച കുറഞ്ഞാൽ നമ്മൾ കണ്ണട റീപ്ലേസ്മെൻറ്റ് തരാം നിങ്ങളുടേത്. അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് കണ്ണടയുണ്ട്, അതുപോലെ മെഡിസിൻസ് ഉണ്ട്. അത് എല്ലാ തരത്തിലുള്ള കാഴ്ചക്കുറവില്ല. പിന്നെ ഇപ്പോൾ ഒരാൾ പറയാണ്, പണ്ട് പറയും ഇപ്പോൾ ജലദോഷം വന്നു കഴിഞ്ഞാൽ മരുന്ന് കുടിച്ച ഒരാഴ്ച അല്ലെങ്കിൽ 7 ദിവസം എന്ന് പറയുന്ന പോലെ ചില സന്ധികളിൽ അതിൻ്റെ നാച്ചുറൽ ഇതുണ്ട്. ഇപ്പോൾ പ്ലസ് പവർ കണ്ണിൻ്റെ ഇവിടെ നിന്നും ബാക്കിലേക്കുള്ള ലെങ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാഴ്ചക്കുറവാണ് എന്ത് പറയണത്, ദീർഘദൃഷ്ടി, ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയാം. ഇതിപ്പോൾ ഒരു കുട്ടിക്ക് 4 പോയിന്റുള്ള പ്ലസ് 4 പോയിന്റുള്ള കണ്ണടയാണെന്നുണ്ടെങ്കിൽ അത് പ്രായമാകുമ്പോൾ കാഴ്ച കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരാൾ പറയാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ 4 ഉണ്ടായിരുന്നു, ഇപ്പം 3 ആണ്. ഡോക്ടർ ആ കണ്ണട വെച്ചതുകൊണ്ടാണ് ശരി, അതായതല്ല. അത് നമുക്ക് ആവശ്യമില്ലാത്ത ക്രെഡിറ്റ് കിട്ടലുണ്ട്. നിങ്ങൾ കണ്ണട വെച്ചതിന് ശേഷം കാഴ്ച കൂടി വന്ന്, അത് യഥാർത്ഥത്തിൽ കണ്ണട വെച്ചുകൊണ്ട് അത് അവൻ്റെ നാച്ചുറൽ ഇതിൻ്റെ ഗ്രോത്തിനനുസരിച്ച് വരുന്നതാണ്. അപ്പോൾ ഈ പ്ലസ് പവറുള്ള ഒരാൾക്ക് ഞാൻ കോൺട്രവേഴ്സിയിലേക്ക് പോകുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു പ്രോബിങ് ഉണ്ട്. കാരണം നമ്മളൊരു വൈദ്യശാസ്ത്രത്തിൽ അങ്ങനെ ഒരു ക്രിറ്റിസൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ പ്ലസ് പവറുള്ള ഒരാൾക്ക് ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു മെഡിസിൻ തരാം, നിങ്ങൾ അത് കുടിച്ചാൽ നിങ്ങളെ കാഴ്ച ഇനി അടുത്ത പ്രാവശ്യം വരും കൂടുന്നു പറഞ്ഞിട്ട് ഞാനൊരു നമ്മൾ പ്ലാസിബോ എന്നാണ് പറയാം. പക്ഷേ ആ മെഡിസിൻ ഉപയോഗിച്ച് എന്നിട്ട് അയാളത്തൊരു മെഡിസിൻ ഉണ്ട്, നിങ്ങൾ അയാളത്ത് പോയിക്കോളി, ആ മരുന്ന് കഴിച്ചാൽ കാഴ്ച കൂടി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ രോഗികൾ എന്താ മനസ്സിലാക്കുന്നത്, ഞാൻ കൊടുത്ത മരുന്നിൻ്റെ എഫക്റ്റാണ് ഇവരുടെ കാഴ്ച കൂടിയെന്ന് മനസ്സിലാക്കുന്നു. പ്ലസ് പവറുള്ള ആളുകൾക്ക് കുറേ ആളുകൾക്ക് പ്രായം കൂടുമ്പോൾ കാഴ്ച കൂടി വരാറുണ്ട്. അപ്പം ചില അസുഖങ്ങൾ ഓട്ടോമാറ്റിക്കലി പ്രായം കൂടുമ്പോൾ കാഴ്ച കൂടി വരാറുണ്ട്. പിന്നെ ചില അസുഖങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക കണ്ണിൻ്റെ 1% പോലും പഠിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 2001 മുതൽ ഇപ്പോൾ പഠിച്ചപ്പോൾ 1% പോലും എനിക്ക് കണ്ണിനെ പറ്റി അറിയില്ല. അതിനേക്കാളും മനസ്സിലായില്ലേ. അപ്പോൾ അത് ഇതിലപ്പുറമുള്ള സംഗതിയാണ്. 50 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ച ഒരു 10 കൊല്ലം കഴിഞ്ഞ് വന്നു പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതൊന്നും ഒരു പുരാതെ ഇപ്പോൾ പണ്ടത്തെ ടോർച്ചിലടിച്ചിട്ട് ആണല്ലോ ഇപ്പോൾ ആൾക്കാർ പണ്ടത്തെ തലമുടിച്ചൊക്കെ ഇപ്പോൾ നമുക്ക് അത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പം ഞാനിപ്പോൾ നോക്കുന്ന മെഷീനറി ആയിരിക്കില്ല ഒരു പക്ഷേ 50 കൊല്ലം 100 കൊല്ലം കഴിഞ്ഞാൽ. അപ്പം ഇതൊക്കെ ഒരു ടെക്നോളജിയും സാധനങ്ങളൊക്കെ അറിവുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ ഈ കണ്ണിനെ പറ്റിയുള്ള അറിവ് ഇങ്ങനെ വികസിച്ച ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ചില സംഗതികൾ നമ്മളെ അറിവിൽ പെടാത്ത സംഗതികളുണ്ട്. അതതിൻ്റെ ഇപ്പം ഞാൻ എൻ്റെ അറിവിൽപ്പെടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ചില ട്രീറ്റ്മെൻറ്റ് എടുത്താൽ കാഴ്ച ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. അല്ല ഞാൻ പൊതുവെ കണ്ട കേസുകളിൽ ഒരാളിപ്പോൾ ഞാൻ കുറേ പേഷ്യൻസിനേക്കാൾ ഓരോ വർഷങ്ങളൊക്കെ കണ്ട കേസുകളിൽ പിന്നെ ഈ പറഞ്ഞ ഷോർട്ട് സൈറ്റ് മൈനസ് പവറുള്ള ആളുകൾക്ക് പിന്നെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കണ്ണടൻ്റെ പവർ ശരിയായ ഒരു കേസ് ഞാൻ കണ്ടിട്ടില്ല. അത് കറക്റ്റാണ്, ഞാൻ കാണുന്നത് എനിക്ക് ഉറപ്പുണ്ട്. വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്ന് പറയുമല്ലോ. പക്ഷെ നേരെ മറിച്ച് പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം കാഴ്ച വീണ്ടും കുറഞ്ഞതായിട്ടുള്ള കണ്ട് അത് ട്രീറ്റ്മെൻറ്റ് എടുത്തോണ്ടല്ല കേട്ടോ, ഒരിക്കലും അല്ല. അതെൻ്റെ നാച്ചുറൽ കോഴ്സ്.
പിന്നെ പ്ലസ് പവറുള്ള ആളുകൾ നമ്മൾ തന്നെ എത്രയോ പേഷ്യൻസിന് പിന്നെ കണ്ണട അഡ്വൈസ് ചെയ്യും. 6 മാസം കഴിഞ്ഞ് വരുമ്പോൾ അത്ര വേണ്ട, നമുക്ക് കുറച്ചുകൂടി പവർ കുറയ്ക്കാം, കുറച്ച് വേണ്ടി ഇനി കണ്ണട ആവശ്യമില്ല എന്നാണ് മനസ്സിലാവുന്നത്. അതുപോലെ ഇത് മൂന്നാമത്തെ ഒരു തരം കണ്ണടൻ്റെ പവറുണ്ട്, അസ്റ്റിമാറ്റ്സ് എന്ന് പറയും. കൃഷ്ണമണിൻ്റെ ആകൃതിയുള്ള വ്യത്യാസം കൊണ്ട് അതിലും കുറേ ആളുകൾക്ക് പ്രായം കൂടുമ്പോൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി കാഴ്ച ക്ലിയറായി വരുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഉള്ളതിനെ പറ്റി ഞാൻ പറയാൻ ശരിക്കും ഞാൻ എൻ്റെ വിവരമില്ലാത്ത കൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. കുറേ നമുക്ക് അറിയില്ലല്ലോ കുറേ കാര്യങ്ങൾ. ഓക്കെ റഫീഖ്, ഏതായാലും നമ്മളെ ഒരു സെഷൻ ഒരു വളരെ മിക്സഡ് ഫീല് കിട്ടിയ ഒരു സെഷനാണ്. തികച്ചൊരു സമയത്തിന്റെ കുറവ് നമുക്കുണ്ടെങ്കിൽ ഒരു ഒപ്താൽമോളജിയിൽ മാത്രം നമ്മൾ നിന്നിട്ടില്ല, അതിൻ്റെ ഉപരിയായൊരു മെസ്സേജ് കൊടുക്കാൻ യഥാർത്ഥത്തിൽ പറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മോനെ കാണിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ അവന് കാഴ്ച പരിമിതി ഐഡൻറ്റിഫൈ ചെയ്തു. ടീച്ചറാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. നമ്മളവൻ വളരെ പിന്നോട്ട് പോയത് കണ്ടപ്പോൾ, സ്കൂളിൽ ചേർത്ത് KGയിൽ ചേർത്ത് വളരെ പിന്നോട്ട് പോയത് കണ്ടപ്പോൾ പോകാൻ ഭയങ്കര മടി, കരച്ചിൽ. അപ്പോൾ അങ്ങനെ അത് വൈഫൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ നോക്കി അവസാനം ടീച്ചറാണ് അത് ഇങ്ങനെ ഐഡൻറ്റിഫൈ. അപ്പോൾ ഡോക്ടറെ അടുത്ത് നമ്മൾ ചെന്നപ്പോൾ നമ്മുടെ കൂടെ ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ ഡോക്ടർ ആദ്യം അവളത് നോക്കാമെന്ന് പറഞ്ഞു. എൻ്റെ കുട്ടികളൊക്കെ കണ്ണട ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കണ്ണടമ്മ അസ്വസ്ഥരാണ് ആളുകളോട് പറയണേ, കണ്ണട കൊണ്ട് കാണാൻ കഴിയുന്നുള്ളൊരു അനുഗ്രഹമാണ്. ഞാൻ പീസ് റേഡിയോയിൽ ഇപ്പോൾ ഡോക്ടർ ഇരിക്കുന്ന സീറ്റിൽ തൊട്ട് താഴത്തെ നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇരുമ്പുഴിയുള്ള ആളാണ്. മൂപ്പര് 30 വയസ്സിൽ രാത്രി ഒരു ദിവസം എണീറ്റപ്പോൾ മൂപ്പർക്ക് കാഴ്ചല്ല. മൂപ്പരിങ്ങനെ ചുമരിലൊക്കെ ഇങ്ങനെ തപ്പി നടക്കണം. അപ്പോൾ ആളൊരു കോമഡി ടൈപ്പ് ആളാണ്. അപ്പോൾ ഭാര്യ വിചാരിച്ച് വെറുതെ കോമഡിയൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യക്ക് മനസ്സിലായി കാഴ്ച ഫുള്ളായിട്ട് പോയി. 32 കൊല്ലം, 62-ാം വയസ്സിലാണ് ഞാൻ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യണത്. 32 കൊല്ലം മൂപ്പര് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. ചെറിയ കാര്യമല്ലല്ലോ. അറബ് സഹോദരനോട് മൂപ്പര് റിസൈനിങ് ലെറ്റർ കൊടുത്തു കമ്പനിയിൽ നിന്ന്. അപ്പോൾ അറബ് സഹോദരൻ വന്നിട്ട് അയാളെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നീ ഇരിക്കണ സീറ്റിൽ നീ ഇരിക്കും, നിനക്കൊരു സപ്പോർട്ടറെ ഞാൻ തരും, എത്ര കാലം വേണമെങ്കിലും നിൻ്റെ സാലറി നിനക്ക് എടുക്കാം. പക്ഷെ ഇവർ പറയാം, ഞാനൊരു 3-4 മാസം കൊണ്ട് പഴയതിലേറെ സഫിഷ്യൻ്റായി എല്ലാ കാര്യത്തിലും. ഞാൻ പോന്നപ്പോൾ അയാൾ എന്നെ ഫ്രീ ആക്കി തന്നല്ലാതെ അദ്ദേഹം എന്നെ ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. അപ്പോൾ കണ്ണട ഒരു അസ്വസ്ഥതയായ ആരും എടുക്കണ്ട എന്നാണ് എനിക്ക്, എൻ്റെ എല്ലാ മക്കൾക്കും. എനിക്ക് കൊണ്ട് ഡോക്ടറെ ബാക്കി 2 ആൾ കൂടി വേണ്ടി വരില്ലേ? 3 ആളിപ്പോൾ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നൊരു പ്രശ്നമല്ല എന്നാണ് തോന്നുന്നതെന്ന് പറയാം. അങ്ങനെ കണ്ണട വെച്ച് അസ്വസ്ഥരാണ് ആളുകളോട് ആ ഒരു വാചകമാണ് പറയുള്ളത്. അതായത് നമ്മളെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ബാറക്കല്ലാഹു ഫീക്ക്. നമുക്ക് ഡോക്ടർ നമ്മളെ റേഡിയോനോട് ഏറ്റവും അടുത്ത ആളായതുകൊണ്ടേ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ചെയ്യണം. കുറച്ചുകൂടി കാര്യങ്ങൾ.